മലപ്പുറം തിരുനാവായയിൽ നടക്കുന്ന കുംഭമേള. ആസ് യു ഓൾ നോ, കുംഭമേള എന്ന് പറയുന്നത് സംഘപരിവാറിൻ്റെ BJPൻ്റെ അവരെടുത്ത് വെച്ച ഹിന്ദുത്വ വിൽക്കാൻ വേണ്ടി അവർ ഏറ്റവും കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് കുംഭമേള എന്ന് പറയുന്നത്. മഹാകുംഭമൊക്കെ ഇപ്പോൾ അടുത്താണ് കഴിഞ്ഞത്. കേരളത്തിൽ മലപ്പുറത്ത് കുംഭമേള എന്നൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയി. ഈ കുംഭമേള എന്ന് പറഞ്ഞ പരിപാടി ഇപ്പോൾ എവിടെ വെച്ച് നടത്താൻ പറ്റുമോ? അതൊരു ഗ്യാതറിങ് ആയതുകൊണ്ട് നടത്താൻ പറ്റുമായിരിക്കണം. പക്ഷെ അതിനൊരു എന്താ പറയുക, ഒരു അടിസ്ഥാനപരമായിട്ടൊരു മിത്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഐതിഹ്യം അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് വേണമല്ലോ ഇത് സംസാരിക്കാൻ. ഞാൻ അങ്ങനെ ആലോചിച്ചു, ഇവരിത് എങ്ങനെ കണക്ട് ചെയ്യും? അപ്പോൾ അത് അവർ ഭാരതപ്പുഴയായിട്ടും 250 വർഷം മുൻപുള്ള സംസ്കാരമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള കഥകളൊക്കെ ഇപ്പോൾ പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. ആക്ച്വലി ഇന്ത്യയിൽ ഈ സംഘപരിവാർ പ്രൊജക്റ്റുകൾ ഇതേപോലെ ഓരോ സ്റ്റേറ്റ് കോൺസെൻട്രേറ്റ് ചെയ്ത്, ഒരു സ്റ്റേറ്റിലെ പെർട്ടിക്കുലർ ഡിസ്ട്രിക്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ നടത്തുന്ന പ്രൊജക്റ്റുകൾ ഭയങ്കര ഓണാണ്. സോ ഇതൊരു സംഘപരിവാർ പ്രൊജക്റ്റ് മാത്രമാണ്. ഞാൻ മലപ്പുറക്കാരനാണ്, മലപ്പുറത്ത് ജനിച്ച് വളർന്ന ഒരാളാണ്, ഇപ്പോഴും മലപ്പുറത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ നാട്ടിൽ ആരും ഇങ്ങനൊരു കുംഭമേള നടക്കുന്നതിൽ ഇവിടെ വെറുപ്പോ വിദ്വേഷമോ പറയുന്നില്ല. സംഘപരിവാർ സൈബർ ബെൽറ്റുകൾക്കാണ് മലപ്പുറത്ത് നടക്കുന്ന കുംഭമേളയ്ക്ക് ഭയങ്കര പ്രശ്നമുണ്ട് എന്നുള്ളത് ആളുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് ഇവിടെയുള്ള നല്ലവരായ വിശ്വാസികളായ ഹിന്ദു സമൂഹത്തിൽപ്പെട്ട ആളുകളുടെ ഇടയിലേക്ക് വർഗീയതയുടെ ഒരു എലമെൻ്റ് ഇട്ട് കൊടുക്കാൻ ഈ ചെറ്റകൾ കാണിക്കുന്ന സൈബർ ഗിമിക്ക് ഇനി സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഒരു കോണ്ടൻറ്റ്. ഞാൻ ആദ്യമൊക്കെ ഇത് തുടങ്ങുന്ന സമയത്ത് ഇവർ കോൺട്രവേഴ്സി ഇവരെന്നെ അഴിച്ചു വിട്ട സമയത്ത് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചാൽ പിന്നെ വിചാരിച്ചു ഞാനും കൂടി ഈ കണ്ടൻറ്റ് എടുത്ത് വെച്ച് കഴിയുമ്പോൾ അവർക്ക് കുറച്ചുകൂടി വിസിബിലിറ്റി കിട്ടുകയാണ്. ഇപ്പം എന്താണെങ്കിലും കുംഭമേള പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഗവർണർ വന്ന് തിരികുളത്തിൽ പോയി എന്നാണ് കേട്ടത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഓണായി സാധനം നടക്കുന്നുണ്ടല്ലോ, മര്യാദയ്ക്ക് നടക്കുന്നുണ്ട് കേട്ടോ. മലപ്പുറക്കാരായിരിക്കും ഒരു വിഷയമല്ല, നമ്മളൊക്കെ നടന്ന വഴിക്ക് നടന്നു പോട്ടെ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ കുറച്ച് സ്ക്രീൻഷോട്ടുകളോട് വയ്ക്കാം. സനാതനധർമ്മത്തെ ഭയക്കുന്നതാര്? മാഘ മഹോത്സവ വിവാദത്തിൽ പ്രതികരിച്ച് സ്വാമി ആനന്ദവനം ഭാരതി. ഇത് ജനത്തിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് തംബ്നെയിലിൽ ഞാൻ വെച്ചതാണ്. ഇവർ ഈ ഒരു പ്രൊജക്റ്റ് ഭയങ്കരമായിട്ട് എടുത്ത് കൊണ്ടാടി ആഘോഷിക്കുന്ന ചാനലാണ് ജനം. ഇനി മലപ്പുറം തിരുനാവായിൽ നടക്കുന്ന കുംഭമേള തടഞ്ഞ് സർക്കാർ തടയാൻ ഒരു കാരണമുണ്ട്, പക്ഷെ അതിനെക്കുറിച്ചൊന്നും ഇവരാരും പറയുന്നില്ല. കേരളത്തിലെ കുടുംബമേളയ്ക്ക് നാഗസന്യാസിമാർ എത്തുമോ? ഈ നാഗസന്യാസിമാർ എന്നൊക്കെ പറയുമ്പോൾ ഈ അഘോരി ടൈപ്പ് ഓഫ് ആളുകൾ, തുണി കൊടുക്കാത്ത കഞ്ചാവും വലിച്ച് നടക്കുന്ന സന്യാസികൾ എന്നുള്ളത് ആ ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെയെങ്കിലുമൊക്കെ ആൾക്കാരുടെ ഇടയിൽ കുറച്ച് വിവാദവും പ്രശ്നവും ഉണ്ടാക്കി ലൈം ലൈറ്റിൽ ഈ സാധനം കൊണ്ടുവന്നു. അത് മലപ്പുറം ജില്ലയിൽ നടക്കുന്നു കുംഭമേള എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിൽ കുറച്ച് വിവാദം വന്നു കഴിഞ്ഞാൽ എല്ലാവരും വർഗീയതയുടെ ഒരു തലത്തിലല്ലേ ഈ വിവാദങ്ങൾ എടുക്കും. അങ്ങനെയാണ് ഇതിൻ്റെ തുടക്കത്തിൽ ആദ്യം ഇവരെന്ത് ചെയ്തത്, ഭാരതപ്പുഴയുടെ ഒത്ത നടുവിലൂടെ ഇവരൊരു പാലം ഉണ്ടാക്കി, ഒരു ടെമ്പററി പാലം ഉണ്ടാക്കി. കേരളത്തിലെ ദ കേരള പ്രൊട്ടക്ഷൻ ഓഫ് റിവർ ബാങ്ക്സ് ആൻഡ് റെഗുലേഷൻ ഓഫ് റിമൂവൽ ഓഫ് സാൻഡ് ആക്ട് 2001 അതിൻ്റെ റെഗുലേഷൻസ് പ്രകാരം ഇവിടെ ഒരു പുഴേൻ്റെ നടുവ് കൂടി അങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാൻ പറ്റൂല എന്നുള്ളതൊക്കെ അറിഞ്ഞുകൊണ്ടും ഇവരൊരു വിവാദം പൊട്ടി മുളച്ചുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സാധനം ഉണ്ടാക്കി. അങ്ങനെ സർക്കാർ എന്ത് ചെയ്തു, സർക്കാരല്ല ശരിക്കും ഇതിൻ്റേതായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളാണ് എന്ത് ചെയ്യുന്നത്, ഇതിന് അനുവാദം കൊടുക്കാതിരുന്നത്. അത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇതിന് അനുവാദം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ വിവാദന്മാർ ഇവിടെ ഉണ്ടാക്കി വെച്ചത്. ഇനി നമുക്ക് ഈ പ്രൊജക്റ്റിൻ്റെ ഒരു തുടക്കം മുതൽ നോക്കാം. ഓക്കെ, ഈ പ്രൊജക്റ്റിൻ്റെ ഒരു തുടക്കം മുതൽ നോക്കുമ്പോൾ ഇതിനകത്ത് ഇവർ ഒരു നറേറ്റീവ് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അന്ന് കുംഭമേള എന്ന് പറഞ്ഞ നറേറ്റീവ് കുറച്ച് ലോവർ സൗണ്ടിങ് ആയിരുന്നു, നമുക്ക് കുറച്ചിങ്ങനെ ചെറിയ ശബ്ദത്തിലാണ് ഇവർ പറഞ്ഞു പോയത്. പക്ഷെ ലേറ്റർ ഓൺ ഇവരെന്ത് ചെയ്തു, അതിലേക്കൊരു എന്താ പറയുക 250 വർഷം മുമ്പ് പഴക്കമുള്ളൊരു കഥയൊക്കെ ഇങ്ങോട്ട് ആഡ് ചെയ്ത് കുംഭമേള, അതായത് കേരളത്തിലെ കുംഭമേള, മലപ്പുറത്ത് നടക്കുന്ന കുംഭമേള എന്നുള്ള ഒരു സാധനമുണ്ട്, ഒരു ക്യാച്ചി സാധനം ഉണ്ടല്ലോ, അതങ്ങോട്ട് വെച്ചു കൊടുത്തു. ഇവർ ഒരു 5-6 മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു കാര്യം ഞാൻ അവിടെ പ്ലേ ചെയ്യാം. ഭാരതത്തിൽ അതിപ്രാചീനമായിട്ട് ഇത്തരത്തിലുള്ള ആധ്യാത്മിക സംഗമങ്ങൾ, കുംഭമേളയ്ക്ക് തുല്യമായ കുംഭമേള പോലുള്ള ആധ്യാത്മിക സംഭവങ്ങൾ എല്ലാ പുണ്യതീർത്ഥങ്ങളുടെയും കരയിൽ പഴയകാലത്ത് നടന്നിരുന്നു. കേരളത്തിലും അതുപോലെ നടന്നിരുന്ന പുണ്യസ്ഥലമാണ് തിരുനാവായ ഭാരതപ്പുഴയുടെ തീരത്തെ നിളാതീരത്തെ ത്രിവേണി സ്നാനഘട്ട്. അത് ബ്രഹ്മാവിൻ്റെ യാഗഭൂമിയാണ്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ യാഗഭൂമി എന്നുള്ള നിലയിലാണ് അവിടം തൊട്ടാണ് ഇതിൻ്റെ ഐതിഹ്യം തുടങ്ങുന്നത്. 12 വർഷം കൂടുമ്പോഴാണ്
ഈ മഹാമാഘം നടന്നിരുന്നത്. ഇപ്പോൾ പ്രയാഗ്രാജിലും കുംഭമേളകൾ 12 വർഷം കൂടുമ്പോൾ നടക്കും. അതിനിടയിലുള്ള ഓരോ വർഷവും മാഘമേള ആയിട്ട് ഇതേ സമയത്ത് തന്നെ ഒരു വ്രതകാലം, ധാർമ്മിക സമ്മേളന കാലമായിട്ട് നടക്കും. ഇവിടെ ആ മഹാമാഘ മഹോത്സവം നമ്മൾ പഴയ കാലത്തെ പ്രൗഢിയെ വീണ്ടെടുത്തുകൊണ്ട് കേരളത്തിൻ്റെ ഒരു കുംഭമേള എന്നുള്ള ആ ഒരു തലത്തിൽ തന്നെ സംഘടിപ്പിക്കാനാണ് ആലോചിക്കുന്നത്. കാലഘടന അനുസരിച്ച് അപ്പോൾ കൃത്യമായിട്ട് എത്ര വർഷത്തിന് ശേഷമാണ് അപ്പോൾ ഇത് മഹാമാഘം നടക്കാൻ പോകുന്നത്? 250 വർഷം മുമ്പാണ് ഇത് നിന്ന് പോയത്. ഇപ്പോൾ 250 വർഷത്തിന് ശേഷമാണ് ഇത് വീണ്ടും വരുന്നത്. ഇപ്പോഴത്തെ ആഘോഷങ്ങളുടെ തീയതികൾ തീരുമാനിച്ചത് ജനുവരി എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കും. അതെ, അത് മൗനി അമാവാസി, അതായത് ജനുവരി 18 മൗനി അമാവാസി. ആ മൗനി അമാവാസി തൊട്ട് മാഘ പൗർണമി ഫെബ്രുവരി 1, മകം നക്ഷത്രം ഫെബ്രുവരി 3. ഈ ദിവസങ്ങളുടെ ഇടയിലാണ് ആ കാര്യം നമ്മൾ ഈ വർഷത്തെ ആലോചിക്കുന്നത്. കേരള കുംഭമേളയുടെ ഒരു ബിൽഡപ്പ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കേരള കുംഭമേള എന്ന് പറയുമ്പോൾ നവാമുകുന്ദ ക്ഷേത്രത്തിൽ നടക്കുന്ന ഈ പറഞ്ഞ ഒരു സംഗമം, അതായത് സംഗമം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയുക, 250 വർഷം മുമ്പ് ഇതുപോലുള്ള സംഗമങ്ങൾ കേരളത്തിൽ നടന്നു എന്നൊക്കെ പറയുമ്പോൾ മാഘമഹോത്സവം എന്നാണ് അന്ന് അതിന് പേര് പറഞ്ഞത്. നമ്മൾ മാമാങ്കം എന്നൊക്കെ കേട്ടിട്ടുള്ളൂ, നമുക്കത് മാമാങ്കമാണ്, മനസ്സിലായോ? പക്ഷെ ഇവരത് പിന്നെ അത് മാഘമഹോത്സവമായിരുന്നു പറഞ്ഞാൽ വിശ്വസിക്കാതല്ലാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ. കുറേ ഐതിഹ്യം കൊടുന്ന് വയ്ക്കും, അങ്ങോട്ട് പറയും. ഇപ്പോൾ ബ്രഹ്മാവ് അല്ലെങ്കിൽ കുറേ മഹാവിഷ്ണു ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ചോദ്യം ചോദിക്കാൻ പറ്റില്ലല്ലോ. വിശ്വാസികളോട് പോയിട്ട് ശരി അപ്പോൾ അതിങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമ്മതിച്ചു തരുമോ? ഇല്ല. അപ്പം എന്താ, തിരിച്ച് തിരുനാവായിൽ കുംഭമേള എന്നുള്ള പേരിൽ മാഘമഹോത്സവം 250 വർഷം മുമ്പ് നടന്നു. അത് പിന്നെ അത് മെല്ലെ മാമാങ്കമായിരുന്നു. ഇല്ല, ഇനിയിപ്പോൾ ഞങ്ങളത് കുംഭമേള ആക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഹിന്ദുക്കളെ മൊത്തം വിളിച്ചു കൂട്ടിയിട്ട്, വിശ്വാസികളെ മൊത്തം വിളിച്ചു കൂട്ടിയിട്ട് ഇതാ നിങ്ങളുടെ കേരള കുംഭമേള എന്ന് പറഞ്ഞിട്ടുള്ള ആ പ്രൊജക്റ്റ് അവർ ഓണാക്കി. ബേസിക്കലി അതാണ് അവരുടെ ആവശ്യം, അവരത് ചെയ്തു. ഇനി ഇവർ ഈ സാധനം ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ പറഞ്ഞ ഒരു കമ്മിറ്റി കാണുമല്ലോ, ഈ കുംഭമേള പോലത്തെ ഒരു പ്രൊജക്റ്റ് നടക്കണമെന്നുണ്ടെങ്കിൽ അത് ജുനാഗാഡയാണ്. ജുനാഗാഡ് അതിൻ്റെ തലപ്പത്ത് കേരളത്തിൽ സൗത്തിൽ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തിയാണ് ഇപ്പോൾ ആനന്ദവനം ഭാരതി എന്ന് പറഞ്ഞുള്ള ആ വ്യക്തി, സ്വാമി ആനന്ദവനം ഭാരതി. അയാളാണ് ഇപ്പോൾ ഈ സംസാരിച്ച് നിങ്ങൾ കണ്ടിട്ടുള്ളത്. ഈ ചങ്ങായി ആദ്യം ഒരു SFIക്കാരനായിരുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓക്കെ, SFI ലീഡറായിരുന്നു, പിന്നെ മാറിയതാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെങ്കിലും ഇയാളുടെ പ്രൊജക്റ്റാണ് ഈ പറഞ്ഞ മലപ്പുറത്ത് കൊണ്ടുവന്ന് ഈ വെച്ച പ്ലാൻ ചെയ്ത ഐറ്റം. അപ്പോൾ ഇത് മലപ്പുറത്ത് വരുന്നു എന്നുള്ളതിനൊരു ബിൽഡപ്പ് ഒന്നും BJPക്ക് ഇവിടെ പ്രത്യേകിച്ച് കേരളത്തിലൊന്നും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ല. കുംഭമേള നടക്കുന്നു, അതും മലപ്പുറത്തിൻ്റെ മണ്ണിൽ. മലപ്പുറം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവന്മാർ ഈ ഞങ്ങളുടെ നാട്ടിലേക്ക് വർഗീയത കുത്തി കലർത്താൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനൊക്കെ എത്ര അടിപൊളിയായിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്നുള്ളതൊന്നും ഇവർക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലല്ലോ. ഇവിടുത്തെ സംഘപരിവാറിനും BJPക്കും മലപ്പുറം എന്ന് പറയുമ്പോഴത്തേക്ക് ഹിന്ദു മുസ്ലിമും തമ്മിൽ രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബോംബെറിയുന്ന സ്ഥലം എന്നുള്ള രീതിക്ക് പ്രൊജക്റ്റ് ചെയ്യാനാണ് ഇവന്മാർക്ക് താല്പര്യം. അപ്പോൾ ഇവരെന്ത് ചെയ്തു, പുതിയൊരു ഐഡിയ കൊണ്ടുവന്നു. ഇതൊരു വിവാദം എങ്ങനെ ഉണ്ടാവണം. ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്യാണ്. ഓക്കെ, അതിപ്പോൾ ഒരു എന്താ പറയുക, മാമാങ്കം ഈ പറഞ്ഞ മാമാങ്കം എന്നൊക്കെ ആയിപ്പോയി. കാരണം ഈ മാമാങ്കം എന്ന് പറഞ്ഞാൽ നമുക്ക് ശീലമുള്ളടേ, അല്ലാതെ നമുക്ക് എവിടെ ഇത് കുംഭമേള കുംഭമേള എന്നൊന്നും പറഞ്ഞാൽ നമുക്ക് ശീലമുള്ളൂ. ഇത് കുംഭമേള എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് അറിയാൻ പാടില്ല ഈ പുഴയ്ക്ക് കുറുകെ പാലം കെട്ടാൻ പാടില്ല, ഇതിന് അനുമതി എടുക്കണം എന്നൊക്കെ. ഇവർ നവംബറിലൊരു പ്രൊജക്റ്റിൻ്റെ റിപ്പോർട്ട് കൊണ്ടുപോയി കൊടുക്കുന്നു. ആ പ്രൊജക്ട് റിപ്പോർട്ടിനകത്ത് ഈ ഒരു പാലം ഇവരുണ്ടാക്കുമെന്ന് പറയുന്നു. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ തടയുന്നു. കാരണം ഇവിടെ നിയമമുണ്ട്, പുഴയ്ക്ക് കുറുകെ അങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാൻ പറ്റില്ല. സേഫ്റ്റി റീസൺസ് ഒരുപാടുണ്ട് ഇവിടെ. ഇവർ ഈ പറയുന്ന ലക്ഷക്കണക്കിന് ആളുകൾ വന്നിട്ട് പോകും ഈ ഒരു ടൈം ഫ്രെയിമിനകത്ത് എന്ന് പറയുമ്പോൾ ഈ ലക്ഷക്കണക്കിന് ആളുകളെ താങ്ങി നിർത്താൻ പറ്റുന്ന ഒരു സ്ട്രക്ചറാണോ അത്? ഇനി അങ്ങനെ സ്ട്രക്ചർ ഉണ്ടാക്കാനും പാടില്ല, അതാ രസം. പുഴയ്ക്ക് കുറുകെ അങ്ങനെ സ്ട്രക്ചർ ഉണ്ടാക്കാനും പാടില്ല. ഇഫ് ഐ എം നോട്ട് റോങ്, ആ സംഗതി ഇപ്പോഴും പൂട്ടിയിട്ടിരിക്കുകയാണ്. തുറന്നു കൊടുത്തോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല. അവിടെ പോയവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. എന്താണെങ്കിലും ഇവിടെ വിവാദങ്ങളുടെ തുടക്കം വരുന്നത് ഈ ഒരു പുഴയ്ക്ക് കുറുകെ ഇവരുണ്ടാക്കിയ സ്ട്രക്ചറിൻ്റെ മുകളിൽ നിന്നാണ് ഇവരെന്ത് ചെയ്യുന്നത്. കേരളത്തിലെ മാമാങ്കം തോന്നുന്നു, കേരളത്തിലെ ഈ പറഞ്ഞ കുംഭമേള തടയാൻ സർക്കാർ, കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഹിന്ദുവിൻ്റെ കുംഭമേള തടയുന്നു, മലപ്പുറത്തിൻ്റെ കുംഭമേള തടയുന്നു എന്നൊക്കെ പറഞ്ഞുള്ള സാധനം അടിച്ചിറക്കിയത്. അതിനുള്ള റീസൺ ഞാൻ പറഞ്ഞുതരാം, എന്തുകൊണ്ട് സർക്കാർ തടഞ്ഞു. ഭാരതപ്പുഴയ്ക്കു കുറുകെ ഒരു താൽക്കാലിക പാലം കെട്ടിയുണ്ടാക്കുന്നുണ്ട്. അത് നിയമവിരുദ്ധമെന്ന് കാട്ടി റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകി. 200 മീറ്ററിലധികം നീളമുള്ള പാലം കവുങ്ങിൻ കാലുകൾ നാട്ടിയാണ് നിർമ്മിക്കുന്നത്. ഫിറ്റ്നസ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പലത് വേറെയുമുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്താണ് സ്റ്റോപ്പ് മെമ്മോ.
എന്നാൽ നവംബറിൽ തന്നെ കുംഭമേളയുടെ ഒരുക്കങ്ങൾ സംബന്ധിച്ച് ജില്ലാ ഭരണകൂടത്തെ രേഖാമൂലം അറിയിച്ചതാണെന്നും ഇപ്പോൾ തടസ്സപ്പെടുത്തുന്നത് എന്തിനെന്നും ചോദിക്കുന്നു സംഘാടകർ. പരിപാടിക്കല്ല കളക്ടർ സ്റ്റോപ്പ് മെമ്മോ വന്നിട്ടുള്ളത്, അവിടെ നടക്കുന്ന കൺസ്ട്രക്ഷനാണ്. അതായത് പാലം നമ്മൾ പണിയുന്നുണ്ട്. കാരണം ഈ ക്ഷേത്രത്തിൽ നിന്ന് ആളുകളെ അപ്പുറത്ത് മണൽപ്പരപ്പിലേക്ക് കടത്തണമെന്നുണ്ടെങ്കിൽ ക്ഷേത്ര പരിസരവും റോഡും എല്ലാം വീതി കുറവും എല്ലാം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മോബ് കൂടുതൽ വരികയാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട മിനിമം സംവിധാനം ഒരുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതാണ് നമ്മൾ ജില്ലാ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടിരുന്നത്. ജൂന അഖാഡയുടെയും മാതാ അമൃതാനന്ദമയി മഠത്തിന്റെയും നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പേ തിരുനാവായിൽ നടന്നിരുന്ന മഹാമഖ മഹോത്സവം പൂർണ്ണാർത്ഥത്തിൽ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് സംഘാടകർ വിശദീകരിച്ചു. എങ്ങനെയുണ്ട്, അതായത് ഉണ്ടാക്കാൻ പാടില്ലാത്തൊരു സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചു. ഓക്കെ, അതിൽ കുംഭമേള നടക്കുന്നത് തടഞ്ഞിട്ടൊന്നുമില്ല സർക്കാർ ഇവിടെ ആകെ ചെയ്തത് എന്താ, അങ്ങനെ പുഴയ്ക്ക് കുറുകെ ഒരു സ്ട്രക്ചർ വന്നപ്പോൾ അതിന് കൃത്യമായി റവന്യൂ വകുപ്പ് ഒരു പേപ്പർ ഇട്ട് കൊടുത്തു. ഓക്കെ, ഇത്രേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇവിടെ കുറച്ച് സ്വാമിമാർ വന്നിരുന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് സ്വാമിയല്ല, ഒരൊറ്റ സ്വാമി ഷർഹ്യനന്ദ സരസ്വതി, അതാണ് അയാളുടെ പേര് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ചെങ്ങായി എന്ത് ചെയ്ത് ഒരു ചാനലിൽ കയറിയിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുകയാണ്. മലപ്പുറത്ത് നടക്കുന്ന കുംഭമേള, അതാണ് ടോപ്പിക്ക്. ഇതിൻ്റെ തംനെയിൽ ഞാനൊന്ന് എടുത്തു വയ്ക്കാൻ മറന്നു. മലപ്പുറം എന്നൊക്കെ എഴുതിയിട്ടുള്ളൊരു തംനെയിലൊക്കെ ഇട്ടിട്ട് മലപ്പുറത്തൊരു വാപ്പിയും തടയില്ല കുംഭമേള എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ചാനലുകാർ ഇതിൻ്റെ തംനെയിൽ ഇട്ടിട്ടുള്ളത്. ഈ സ്വാമി ഇവ സ്വാമിയാണോ ആസാമിയാണോ എന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. പിന്നെ വായെന്നൊക്കെ വരുന്ന വർത്താനം നിങ്ങൾ കേട്ടോട്ടോ. നോക്കൊരു സുനാമി വരുമ്പം ഭയപ്പെടുന്ന ആരാ? സുനാമി അനുവാദത്തോടുകൂടി വരുന്നതല്ല. അല്ല ഇല്ലേ? അല്ല എന്ന് പറഞ്ഞതുപോലെ ഒരുത്തൻ്റെയും അനുവാദം വേണ്ട ഇവിടെ കുംഭമേള നടക്കാൻ. നാഗസന്യാസിക്ക് വരണമെന്ന് വിചാരിച്ചാൽ നാഗസന്യാസി വന്നിരിക്കും. ആരും ഒരു ചുക്കും ചെയ്യാനും പോകുന്നില്ല. പിന്നെ അവർ ചിലർ തുണി ഉടുക്കും, ചിലർ ഉടുക്കാതിരിക്കും. ആരാണ് മുമ്പോട്ട് വരുന്നത് തടസ്സപ്പെടുത്തുന്നതെന്ന് കാണട്ടെ. അതിനുള്ള ശക്തിയുള്ളവർ, ശേഷിയുള്ളവർ ഉണ്ടെങ്കിൽ അവർ മുമ്പോട്ട് വരട്ടെ. ഇവിടുത്തെ ഹിന്ദു ആരാണ്, എന്താണ് എന്ന് അവർ അപ്പോൾ അറിയും. അത് ഏത് ഗവൺമെൻറ് ആയാലും, ഇനി ഏത് സമുദായക്കാരനായാലും മതക്കാരനായാലും. മനസ്സിലായില്ലേ? അതിനുള്ള തപസ്സിൻ്റെ ശക്തിയും സങ്കല്പവും ചൈതന്യവും ഒക്കെ ഇവിടുത്തെ സന്യാസിക്കുണ്ട്. മുണ്ടുടുത്തേ കാണുള്ളൂ എങ്കിൽ വരണ്ട, മുണ്ടുടുത്തവരെ മാത്രം കണ്ടാൽ മതി. മനസ്സിലായില്ലേ? പക്ഷേ ഇവൻ്റെയൊക്കെ മക്കൾ ജനിക്കുന്നത് മുണ്ടുടുത്തോണ്ടല്ല, അമ്മ ജനിച്ചത് മുണ്ടുടുത്തോണ്ടല്ല, മകൾ ജനിച്ചത് മുണ്ടുടുത്തോണ്ടല്ല. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഹിജാബിൻ്റെ ഒരു പ്രശ്നം വന്നല്ലോ. വസ്ത്രധാരണം സ്വന്തം സ്വാതന്ത്ര്യമാണ്, ഇവിടെ ഭരണഘടന തന്നിരിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞല്ലോ. സന്യാസിക്ക് അത് ബാധകമല്ലേ? വസ്ത്രം ധരിക്കണോ വേണമെന്ന്, ഏത് തരത്തിലുള്ള ധരിക്കണമെന്ന് സന്യാസി തീരുമാനിക്കും. പിന്നെ കുംഭമേള വേണമോ വേറെ മേള വേണമോ എന്നും സന്യാസി തീരുമാനിക്കും. ഭാരതപ്പുഴ ആരുടെയും എന്താ അച്ഛൻ്റെയോ അല്ലെങ്കിൽ ബാപ്പയുടെയോ തന്തയുടെയോ എന്ന് ഏത് ഭാഷയിൽ വേണോ പറഞ്ഞാൽ ഫാദറിൻ്റെയോ പിതാശ്രീയുടെയോ വകയൊന്നും അല്ല. മനസ്സിലായില്ലേ? തിരുനാവായും അങ്ങനെ ആരുടെയും വകയല്ല. അവിടെ നടക്കാൻ ഇനി അവിടുത്തെ പഞ്ചായത്ത് അനുവാദം തന്നില്ലെങ്കിലും നടത്തും. ഇനി ഇവിടെ മുഴുവൻ എല്ലാ പ്രദേശവും കമ്മ്യൂണിസ്റ്റുകാരും കയ്യേറി വെച്ചിട്ട് ഇനി എൻ്റെ അനുവാദം കൂടാതെ ഇവിടെ ഒന്നും നടക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാവിയിട്ട ചെറ്റ വർത്താനം പറയുന്ന ചെറ്റെ അങ്ങനെ തന്നെ വിളിക്കും. ഇവിടെ ആരെങ്കിലും ഇതൊക്കെ തടയുമെന്ന് പറഞ്ഞു. നിയമപരമായിട്ട് ഇല്ലീഗലായിട്ടൊരു സ്ട്രക്ചർ ഉണ്ടാക്കിയതിന് അതിനെതിരെ റവന്യൂ വകുപ്പ് ഒരു പേപ്പർ ഇട്ടു. ആ സ്ട്രക്ചർ പൊളിക്കുക, അല്ലെങ്കിൽ അതിനുള്ള വേറെ എന്തെങ്കിലും ഒരു റെമഡി ചെയ്യുക. ഓക്കെ, ഇത്ര ഇതിന് ചെയ്താൽ മതി. അല്ലാതെ ഇവിടെ മുണ്ടെടുത്ത സന്യാസിയോ തുണി എടുക്കാതെ വരുന്ന സന്യാസിയെ തടയാനോ, മലപ്പുറത്തുകാർ എന്തായാലും ഇത് തുണി എടുത്തിട്ടോ തുണി എടുക്കാതെ എങ്ങനെയും പോകും, അവിടെ എന്തെങ്കിലും ചെയ്ത് വെക്കി. പക്ഷെ പബ്ലിക്കിൽ വന്ന് പബ്ലിക് ന്യൂസൻസായി നാട്ടിൽ തുണി എടുക്കാതെ ഇറങ്ങി നടന്ന് കഞ്ചാവും വലിച്ച് നടന്നു കഴിഞ്ഞാൽ നാട്ടുകാരെ തന്നെ വാങ്ങിക്കൂട്ടേണ്ടി വരും. അതിൽ സന്യാസം അവിടെ ഇരുന്ന് ഓം ഹ്രീം എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. മനസ്സിലായോ? ഇന്ത്യയിലൊരു നിയമമുണ്ട്, ആ നിയമത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റൂ. ഇന്ത്യയുടെ നിയമം എന്ന് പറഞ്ഞാൽ ഒരു സന്യാസിയുടെ തന്തയ്ക്കും എഴുതി തന്നിട്ടില്ല. മനസ്സിലായ? കാവി എടുത്ത ഒരു സന്യാസീൻ്റെ തന്തയ്ക്കും ഇന്ത്യൻ നിയമം എഴുതി തന്നിട്ടില്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് തോന്നിയത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. ഇന്ത്യക്ക് അതിൻ്റേതായിട്ടുള്ള നിയമമുണ്ട്. അവിടെ അച്ഛനാണെങ്കിലും ഫാദറാണെങ്കിലും ബാപ്പയാണെന്നുണ്ടെങ്കിലും മൂന്നാക്കും ഒരു നിയമം. അതായത് സന്യാസിക്ക് മാത്രം സ്പെഷ്യലായിട്ടൊരു ഐറ്റം ഒന്നും ഉണ്ടാക്കി തന്നിട്ടൊന്നുമില്ല. ഇതിങ്ങോട്ട് വർഗീയത എങ്ങനെയെങ്കിലും ഫിറ്റാക്കണം, വർഗീയത എവിടെയെങ്കിലുമൊക്കെ കുത്തിക്കയറ്റണം. അതിന് നാട്ടുകാരുടെ ഇടയിൽ ഒരു തരം എന്താ പറയുക, ഹിന്ദുവിനെ തടയാൻ ആര്? ഹിന്ദുവിൻ്റെ മൊത്തം അട്ടിപ്പറവകാശം ഈ പരട്ടേൻ്റെ വീട്ടിലേക്ക് എഴുതി കൊടുത്താണല്ലോ നാട്ടുകാർ. സന്യാസി, ഉസ്താദ്, വള്ളിയിലച്ഛൻ എന്നൊക്കെ പറയുമ്പോൾ സൊസൈറ്റിക്കകത്തൊരു, നിങ്ങൾക്ക് സൊസൈറ്റി തരുന്നൊരു റെസ്പെക്റ്റ് ഉണ്ട്.
അത് നിങ്ങളെ സംസാരത്തിലും നിങ്ങളെ പ്രവൃത്തിയിലും നിങ്ങൾ തിരിച്ച് സൊസൈറ്റിക്ക് കൊടുക്കണം. അല്ലാതെ വന്നിരുന്ന് ഭീഷണിപ്പെടുത്തി വെല്ലുവിളിച്ച് സുനാമി വന്നാൽ തടയാൻ പറ്റുമോ? കോപ്പാണ് ഇവനൊക്കെ എവിടുന്ന് ഞാൻ പറഞ്ഞില്ല, പ്രൊവോക്ക് ചെയ്യുക. ഇങ്ങനത്തെ ഒരു എന്താ പറയുക, കുംഭമേള തടയാൻ മലപ്പുറത്ത് ഭയങ്കര എന്തോ ഒരു വിഷയം ഉണ്ടാക്കിയിട്ടുണ്ട്, സർക്കാർ ഇടപെട്ടത് ഭയങ്കര സീനാക്കി എന്നുള്ള രീതിയിലൊക്കെ അതിഭീകരമായിട്ട് ഇതിൻ്റെ പ്രൊജക്റ്റ് കൊണ്ട് ഇവന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ റീസെൻ്റ്ലി നിങ്ങൾ നോക്കിയപ്പോൾ പാലത്തിൻ്റെ വിഷയം കഴിഞ്ഞു, ഗവർണർ വന്ന് തിരുവോളത്തിൽ കുംഭമേള തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അനുമോളല്ലല്ലോ, ഏതൊരു മറ്റേ സെലിബ്രിറ്റി അവിടെ ചെന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ അനുമോൾ എന്ന് പറഞ്ഞിട്ട് അനുമോൾ ഫാൻസ് വരാൻ നിൽക്കണം, അനുമോൾ പോയിട്ടില്ല, വായന്ന് ഒന്നാണ്. അങ്ങനെ ആരും അവിടെ പോയിട്ടുണ്ട്, അനുശ്രീയാണ് തോന്നുന്നത്, അനുശ്രീ പോയിട്ടുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ കുറച്ച് ഈ പറഞ്ഞ സംഘപരിവാർ അല്ലെങ്കിൽ ഈ പറഞ്ഞ BJP അല്ലെങ്കിൽ വിശ്വാസ ചായ്വുള്ള അങ്ങനത്തെയൊക്കെയാണ് ഇവർ. പ്രത്യക്ഷത്തിൽ അവർ പൊളിറ്റിക്സ് പറഞ്ഞിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ ഒരു വിശ്വാസിയാണ് എന്ന് പുറത്ത് കറക്റ്റ് അവരുടെ വ്യൂവേഴ്സിനെ കാണിച്ച് ജീവിക്കുന്ന ആൾ. ഇപ്പോൾ അത് മോശപ്പെട്ട കാര്യമല്ല കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ പോകുന്നതോ പള്ളിയിൽ പോകുന്നതോ മോശപ്പെട്ട കാര്യമൊന്നുമില്ല. വിശ്വാസിയുടെ വഴിക്കാനും ചെയ്യില്ല. പക്ഷേ ഞാനൊരു വിശ്വാസിയാണെന്നുള്ളത് പ്രകടമായി കാണിച്ച് ജീവിക്കുന്ന കുറച്ച് ആളുകളെ കൊണ്ടുവന്നിട്ട് അവരെന്ത് ചെയ്യും, അതിനകത്തൊരു വേറൊരു സെലിബ്രിറ്റി പ്രോജക്റ്റ് എന്താണെങ്കിലും ഓണാക്കി വെക്കും. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, വരും ദിവസങ്ങളിൽ എന്താണെങ്കിലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരും. അവിടെ ഇനിയിപ്പോൾ സുരേഷ് ഗോപി പോവും, അങ്ങനെ കുറേ ഭക്തശിരോമണികളൊക്കെ പോവുമായിരിക്കും. എന്താണെങ്കിലും ഇവിടെ BJPയുടെ പ്രൊജക്റ്റ് സിമ്പിളാണ്. 2029 ഇലക്ഷൻ. ഓക്കെ, ഇവർക്ക് ഇതാണ് ഇവരുടെ ഈ ലോക്സഭാ ഇലക്ഷൻ്റെ പ്രിപ്പറേഷൻസിനാണ് അവർ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇത് കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രൊജക്റ്റ് അല്ല, തമിഴ്നാട്ടിലും കേരളത്തിലും ഓരോ സ്ഥലത്തും ഇതേപോലെ കുംഭമേള എന്ന് പറഞ്ഞാൽ അവർ മുന്നോട്ട് വെച്ച അവരുടെ ദ ഗ്രാൻഡ് പ്രൊജക്റ്റ്. അതായത് ഹിന്ദുക്കളുടെ ഇടയിൽ കുംഭമേള, അതായത് നമ്മളെ കുംഭ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടായ്മയുടെ ഒത്തുചേരൽ എന്നുള്ള രീതിക്ക് ഇവർ പ്രൊജക്റ്റ് ചെയ്യുന്ന സാധനം ഇവർ കറക്റ്റ് മലപ്പുറത്ത് തന്നെ വന്ന് പ്ലേസ് ചെയ്ത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇവിടെ വലിയ വിവാദങ്ങൾ ഇല്ലാതായി പോയത്, അതായത് ഈ ഒരു പാലത്തിൻ്റെ വിഷയമാണ് ഇവിടെ നടന്നതെന്നുള്ളത് ആദ്യം ഇവിടെ ആർക്കും അറിയില്ലായിരുന്നു. എല്ലാവരുടെ വിചാരം മലപ്പുറത്ത് കുംഭമേള തടഞ്ഞു, ആൾക്കാർ തടഞ്ഞു, നാട്ടുകാർ തടഞ്ഞു എന്നാണ് വിചാരം എല്ലാവരും. അവിടെയുള്ള തിരുനാവായ ഭാഗത്തൊക്കെ ഉള്ള ഇഷ്ടംപോലെ പള്ളിക്കാരും നാട്ടുകാരും അടക്കം ഒരുപാട് പേര് ഇതിനോട് നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ട്. നാട്ടുകാർക്കൊക്കെ പറയാനുള്ളത് വന്ന് ഹയറായിട്ട് പോട്ടേന്നാണ്. ഒരു മനുഷ്യൻ പോലും പറയുന്നില്ല ഈ നാട്ടിൽ ഇങ്ങനത്തെ ഒരു സാധനം പാടില്ല എന്നുള്ളത്. ഈ സന്യാസിമാർ വരുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഈ സന്യാസിമാർ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരെന്നെയാണ് പറയുന്നത് തൂണെടുക്കാതെ സന്യാസിമാർ വരും എന്നുള്ളത്. ഞങ്ങൾക്ക് തൂണെടുക്കാതെ സന്യാസിമാർ വന്നാലെന്താ പോയാലെന്താ, പബ്ലിക് ന്യൂസൻസ് ആവരുത് നമ്മൾ പറയുന്നുള്ളൂ, അത്രേ നമുക്കുള്ളൂ. പബ്ലിക് ന്യൂസൻസ് ആയാൽ നമ്മളും പ്രതികരിക്കില്ല, അതിൻ്റെ സിസ്റ്റം അവിടെ ഉണ്ട്, അവർ അത് പ്രതികരിക്കും. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇവർ ഞാൻ നോക്കുമ്പോൾ ഇന്നലെ വന്ന ന്യൂസാണ്, രഥയാത്രയ്ക്ക് അനുമതി നിഷേധിച്ച് സർക്കാർ, കേരളത്തിലെ കുംഭമേള പ്രതിസന്ധി. അതായത് ഇവർക്ക് അങ്ങ് മറ്റേ തമിഴ്നാടിൽ നിന്ന് എവിടുന്നാണോ ഭാരതപ്പുഴയുടെ ഒറിജിൻ വരുന്നത് അവിടെ മുതൽ രഥം ഉരുട്ടി കൊണ്ടുവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് സർക്കാർ സമ്മതിക്കുമോ? ഇനിയിപ്പോൾ കേരളത്തിലെ റോഡിലൂടെയാണെന്നുണ്ടെങ്കിലും ഇത് എത്ര ദിവസം ഈ രഥം ഉരുട്ടി കൊണ്ടുവരുന്നത്, ഇതിന് എത്ര ആൾക്കൂട്ടം കൂടി, ഇത് വേറൊരു പബ്ലിക് ന്യൂസ് ആണ്. ഇതിനൊക്കെ ആവശ്യം എന്താ? കുംഭമേള നടത്തുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് കുംഭമേള നടത്തിയിട്ട് പോകണം. ഇപ്പം അടുത്തൊരു അടിക്കുള്ള വകയാണ് ഇവരായിട്ട് ഉണ്ടാക്കുന്നതാണ് ഇത് കേട്ടോ. രാവിലെ മേരുപൂജ ചെയ്ത് മറ്റുള്ള സ്വീകരണങ്ങളെല്ലാം ഈ പല ആശ്രമങ്ങളിലും മറ്റുള്ള സ്വീകരണങ്ങളും എല്ലാം ഒഴിവാക്കി നേരെ പാലക്കാട്ടേക്ക് പ്രവേശിച്ച് മുൻ നിശ്ചയിച്ച പ്രകാരം പാലക്കാട് നിന്നുള്ള സ്വീകരണ പരിപാടികൾ തുടർന്ന് 22-ന് വൈകിട്ട് ഇവിടെ എത്തിച്ചേരുന്ന വിധത്തിൽ രഥയാത്ര പുനഃക്രമീകരിച്ചിരിക്കുകയാണ്. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനമായ തമിഴ്നാട്ടിലെ ഉദുമൽപേട്ടിലെ ത്രിമൂർത്തി മലയിൽ നിന്ന് ആരംഭിച്ച് പൊള്ളാച്ചിയിലൂടെ വാളയാറെത്തി കേരളത്തിലേക്ക് വരാൻ ഉദ്ദേശിച്ചിരുന്ന രഥയാത്രയാണിപ്പോൾ തമിഴ്നാട് പോലീസ് തടഞ്ഞിരിക്കുന്നത്. ഈ യാത്ര കടന്നു പോകുന്ന വഴിയിലെ യാത്രികർക്ക്, മറ്റ് യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ തടസ്സമാകും ഈ ഒരു രഥയാത്ര എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ അനുമതി നിഷേധിച്ചിരിക്കുന്നത്. ഇതിന് നേരത്തെ തന്നെ അനുമതി തേടിയിരുന്നെന്നും എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും തികച്ചും നിഷേധാത്മക സമീപനമാണ് ഉണ്ടാകുന്നതെന്നും സംഘാടകർ അറിയിച്ചു. അതുകൊണ്ട് തന്നെ ഇനി രഥയാത്ര കേരള അതിർത്തിയിൽ നിന്ന് നിശ്ചയിച്ച ദിവസം മുതലേ തുടങ്ങുകയുള്ളൂ എന്ന് സംഘാടക സമിതി അറിയിച്ചു. 22-ന് ഇവിടെ തിരുനാവായിൽ രഥഘോഷയാത്ര എത്തിച്ചേരുകയും ചെയ്യും. സാധാരണ എല്ലാവരും സഹകരിക്കുന്നുണ്ടെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുവെന്നും ഈ ഒരു സംഘാടക സമിതി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. നേരത്തെ തിരുനാവായിലെ
ഇതിൻ്റെ വേദി സജ്ജമാക്കുന്നതിനെതിരെ സ്റ്റോപ്പ് മെമ്മോ നൽകിയ വിഷയവും അതുപോലെ ഇപ്പോൾ തമിഴ്നാട്ടിൽ ഘോഷയാത്ര തടഞ്ഞ വിഷയമൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് സംഘടനാ സമിതി ഇത്തരം ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ സാമുദായികമായിട്ട് വലിയ ഐക്യം നിലനിൽക്കുന്ന സ്ഥലമാണെന്നും എല്ലാ സമുദായക്കാരും ഇതുമായി സഹകരിക്കുന്നുണ്ടെന്നും അവർ നല്ല രീതിയിൽ തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നതെന്നും സർക്കാരിനാണ് പ്രശ്നം, ജനങ്ങൾ നല്ല സഹകരണം നൽകുന്നെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശരിക്കും ഞാൻ പറയുമ്പോൾ കേരളത്തിലും ഈ രഥയാത്രയ്ക്കുള്ള അനുമതി കൊടുക്കരുത്. ഒരു മതപരമായുള്ള പരിപാടിക്കുള്ള അനുമതിയും റോഡിൻ്റെ മുകളിൽ കൂടി നടക്കുന്ന ഒരു ഇങ്ങനത്തെ ചടങ്ങുകൾക്ക് ഒരു തരത്തിലും അനുമതി കൊടുക്കരുത്. അത് നബിദിനാണെന്നുണ്ടെങ്കിലും ഇതേപോലെ രഥയാത്രകളാണെന്നുണ്ടെങ്കിലും പള്ളിപ്പെരുന്നാളിൻ്റെ പ്രദക്ഷിണമാണെന്നുണ്ടെങ്കിലും കൊടുക്കരുത്. പള്ളിത്തോടിയിലോ അമ്പലത്തിൻ്റെ തോടിയിലോ ഒക്കെ നടത്തിക്കോട്ടെ. എന്തിനാ ഈ നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുക? റോഡ് കൂടി ഈ സാധനം ഇറങ്ങി നടക്കേണ്ട കാര്യം എന്താ ഉള്ളത്? ആരെ കാണിക്കാനാണ് ഈ പ്രകടനം നടത്തുന്നത്? ആരുടെ ശക്തി കാണിക്കാനാ? ഈ ദൈവങ്ങൾക്കൊക്കെ റോഡ് കൂടി പോയാലോ ഇപ്പോൾ ഇതൊക്കെ നടക്കുന്നുണ്ടോ? ഒന്നുമില്ല, പ്രഹസനമാണ്. അതായത് ഇതൊക്കെ ഒരു ഞാൻ പറഞ്ഞില്ല, പൊളിറ്റിക്കൽ പ്രൊജക്റ്റായിട്ട് മുന്നോട്ട് ഇവരെല്ലാവരും എടുത്തു വെച്ച് കൊണ്ട് നടക്കുന്ന ഐറ്റങ്ങൾ. എങ്ങനെയെങ്കിലും മലപ്പുറത്ത് നടക്കുന്ന കുംഭമേളയിൽ ഒരു വർഗീയ അട്ടിമറി ഉണ്ടായി എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് കേരളത്തിൽ അധികം ചർച്ച ചെയ്യാൻ വഴിയില്ല. കാരണം മലപ്പുറത്തിനെ കുറിച്ച് അത്യാവശ്യം കേരളത്തിലുള്ള എല്ലാവർക്കും നല്ല രീതിയിലുള്ള ബോധവും ബുദ്ധിയുണ്ട്. പക്ഷേ നാഷണൽ വൈഡ് ബാക്കി ചാനലുകൾ ഇത് ഇവരുടെ പ്രൊജക്റ്റ് അങ്ങനെയാണ്. ഇവിടെ അല്ല ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇത് ഇവിടെ നാട്ടുകാരിലേക്ക് ഇവരെ എങ്ങനെ അറിയാം ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? നാഷണൽ മീഡിയ വഴി ഇതിങ്ങനെ അവിടുന്ന് അങ്ങോട്ട് നൂലിട്ട് കൊണ്ടുവരും. ഞാൻ നോക്കുമ്പോൾ കുറേ അധികം ഹിന്ദി ഇംഗ്ലീഷൊക്കെ ഉള്ള കുറേ ചാനലുകൾ, അതായത് 24 അവിടുത്തെ ന്യൂസ് ചാനലുകൾ, അവരിത് റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെ അറിയാം? മലപ്പുറത്ത് നടക്കുന്ന കുംഭമേളയ്ക്ക് പ്രശ്നം എന്താണെന്നുള്ളതൊന്നുമില്ല. കുംഭമേള ഇൻ കേരള ഇറ്റ്സ് ഹാപ്പനിങ് ഇൻ മലപ്പുറം ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുകയാണ്. പിന്നെ അവർ അത് ഈ ഇല്ലീഗലായിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടാക്കിയതെന്നാണോ അല്ലെങ്കിൽ പബ്ലിക് ന്യൂസൻസ് ആയിട്ട് രഥം ഉന്തിക്കൊണ്ടിരുന്നതിൻ്റെ വിഷയം ഇതൊന്നുമില്ല. തമിഴ്നാട് ഗവൺമെൻറ്റിന് അവരുടെ നാട്ടിലൂടെ ഈ ന്യൂസൻസ് പറ്റില്ല, അവർ സമ്മതിക്കില്ല. അപ്പം സ്റ്റാലിന് പ്രശ്നമായി, ഇപ്പോഴത്തെ പിണറായി വിജയന് പ്രശ്നമായി. എങ്ങനെ ഇരിക്കുന്നു? എന്തോ ഒരു കഥയെന്ന് ആലോചിച്ചു. ഇനി മലപ്പുറത്തുള്ള നാട്ടുകാർ കുറച്ച് ആൾക്കാർ പറയുന്നത് കേട്ടോ. എന്താ നമുക്ക് അറിഞ്ഞിരിക്കണം, നല്ലതാണ്. നമ്മളെ നാട്ടിനൊരു ഇങ്ങനൊക്കെ വരുമ്പോഴാണ് നാട്ടിനൊരു പേര് കിട്ടുള്ളൂ, ഒരു വികസനം എന്നൊക്കെ ഒരു സംഗതികളെ അറിയുള്ളൂ. എന്തായാലും കുംഭമേള വന്ന് നല്ല റായത്തോട് കൂടിയിട്ട് പരിപാടി ഉഷാറായിട്ട് പോട്ടെ. കുംഭമേള വന്ന് നല്ല റായത്തായിട്ട് പോട്ടെ, ഉഷാറായിട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ കുംഭമേള കഴിഞ്ഞു പോട്ടെ നമ്മൾ പറയും. അതാണ് നമുക്ക് വേണ്ടത്. എല്ലാവരും വന്ന് സ്വാമിമാര് വന്ന് അവരെ കർമ്മങ്ങൾ ചെയ്ത് നല്ല മനസ്സോട് കൂടി നമ്മളെ ഈ മലപ്പുറം ജില്ലയിൽ അവർ പോകണം, നല്ല റായത്തായിട്ട് പോകണം എന്ന് നമ്മളെ ഉദ്ദേശം. അല്ലാതെ റായത്തായി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ രീതിയിൽ ഇസ്ലാമിൽ റായത്ത് ഈമാൻ എന്നൊക്കെ പറയും. നമ്മൾ ഈമാനോട് കൂടി പല ചടങ്ങുകൾ കഴിച്ച് പോകുക എന്നാണ്. മലപ്പുറം ജില്ലയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ജാതി മത കക്ഷികൾക്ക് അറിയാൻ ഇപ്പോൾ വിമാന ദുരന്തം ഉണ്ടായി, അതുപോലുള്ള സംഭവങ്ങളിലൊക്കെ അവിടെ ജാതി മതം ഒന്നും നോക്കിയിട്ടല്ല. അവിടെ ഒരു ജീവനാണ് മലപ്പുറം ജില്ലയിൽ ജനങ്ങൾ വില കൽപ്പിക്കുന്നത്, മനുഷ്യ ജീവനാണ് വില കൽപ്പിക്കുന്നത്. അല്ലാതെ ജാതിക്കോ മതത്തിനോട് പ്രസക്തി ഇല്ല. ഓരോ മനുഷ്യർക്കും അവൻ്റെതായ നമ്മളെ ജാതിയിലും മതത്തിലൊക്കെ അനുസരിച്ച് ജീവിക്കാൻ നല്ല സ്വാതന്ത്ര്യമുള്ള ഒരു ജില്ലയാണ് മലപ്പുറം. അതാണ് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ടാണല്ലോ, ആദ്യമായിട്ടല്ല നമ്മളെ ഇതുവരെ കേരളത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് കാണാനുമായി നന്നായി, ആള് പറഞ്ഞ മാതിരി നന്നായി പരിപാടി കഴിഞ്ഞ് നന്നായി തിരിച്ചു പോട്ടെ. നമ്മളെല്ലാവരും ആശംസകൾ. ഇതാണ് മലപ്പുറത്തുള്ള ഒരാൾക്ക് പറയാനുള്ളത്. മനസ്സിലായി? ഓരോരുത്തർക്കും ഇതാണ് പറയാനുള്ളത്. കുംഭമേളയോ നിങ്ങൾ എന്ത് വേണേ ഇവിടെ നടത്തിക്കോ, ഞങ്ങൾക്കിതൊരു വിഷയമുള്ള കേസല്ല. മനസ്സിലായില്ലേ? നിങ്ങൾ BJPൻ്റെയോ സംഘപരിവാറിൻ്റെയോ ഹിന്ദുത്വൻ്റെ പ്രൊജക്റ്റ് നിങ്ങൾ നടപ്പാക്കി നിങ്ങൾ വർഗീയതുണ്ടാക്കാൻ നിങ്ങളെ കൊണ്ട് ആവുമ്പടി നിങ്ങൾ നോക്കി നോക്ക്. നടക്കൂല നിങ്ങളെ കൊണ്ട്, പ്രത്യേകിച്ച് മലപ്പുറത്ത് നടക്കാൻ പോകുന്നില്ല. ഓക്കെ, നിങ്ങൾ കുംഭമേളയൊക്കെ വെച്ച് 10 സന്യാസിമാരൊക്കെ വന്ന് 2-3 സ്നാനമൊക്കെ ചെയ്ത് 2 ഭക്തിപ്പാട്ടൊക്കെ പാടി പോയിക്കോളി. ഇനി തുണി എടുത്താൽ വരണം, തുണി എടുക്കാത്ത വരണം എന്നുള്ളതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. എന്താണെങ്കിലും ആ ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന് സംസാരിച്ച അല്ലെങ്കിൽ ആ യൂട്യൂബ് ചാനലിൽ സംസാരിച്ച സ്വാമി അവിടെ ഇരുന്നപ്പോൾ തുണി എടുത്തിട്ടുണ്ട്. അതെന്ത് തുണി എടുക്കാതിരുന്നെന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. എന്താണെങ്കിലും ഇതൊക്കെ BJPയുടെ സംഘപരിവാറിൻ്റെ പൊളിറ്റിക്കൽ പ്രൊജക്റ്റാണെന്നുള്ള ഒരു ബോധ്യം നമ്മുടെ നാട്ടുകാർക്ക് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. കാരണം ഇവരിങ്ങനത്തെ പ്രൊജക്റ്റുകൾ ഇവരെന്തറിയോ, ഇപ്പോൾ ഒരു അടുത്ത മാസം ഇവർക്ക് എന്തെങ്കിലും ഒരു പരിപാടി നടത്താൻ വേണ്ടിയിട്ട് അവർ ആ പ്രൊജക്റ്റ് ഒരു 10 ദിവസം മുന്നേ ഇടുന്ന ടീമല്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ 2029 വരുന്ന എലക്ഷൻ്റെ ഭാഗമായിട്ട് ഇവർ ചെയ്യുന്ന പ്രൊജക്റ്റുകളുടെ ഒരു തുടക്കമാണ് നമ്മൾ ഈ കാണുന്നത്. ഇങ്ങനെയാണ് ഇവർ ഇന്ത്യയിൽ ഓരോ പ്രൊജക്റ്റും ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ റോബിൻ രാധാകൃഷ്ണൻ്റെ
ഉണ്ണി മുകുന്ദൻ്റെ ഇവരുടെയൊക്കെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇവർ മറ്റേ ഒരു എന്താ പറയുക ലീക്ക് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ റോബിൻ രാധാകൃഷ്ണൻ പിന്നെ വന്ന സംഖ്യ എന്ന് പറഞ്ഞിട്ട് പോയി, അല്ലാതെ തന്നെ ഇവരാരും അറിയാതെ ഇവരൊക്കെ ഒരു സ്ഥാനാർത്ഥിയാക്കി എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണമൊക്കെ നടത്തുന്നു. ഇതൊക്കെ ഇവരുടെ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാണ്. ഇവർക്ക് കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ട് വേണം ഇങ്ങനത്തെ പ്രൊജക്റ്റുകൾ ഓണാക്കി വിടാൻ. മനസ്സിലായി? കോൺട്രവേഴ്സിയിൽ നിന്ന് ബി ജെ പി സംഘപരിവാർ ബി ജെ പി എന്നുള്ള ഈ സാധനം ഇങ്ങനെ വരണം ആളുകളിലേക്ക്. ഇത്ര മാത്രമേ ഇവർക്ക് ആവശ്യമുള്ളൂ. ഇപ്പോൾ ഈ നടക്കുന്ന മഹാകുംഭമേളയ്ക്കാണെന്നുണ്ടെങ്കിലും എൻ്റെ അറിവിൽ ഇതിന് ഇവരായിട്ട് കൊണ്ടുവരുന്ന കുറേ ആൾക്കാർ വന്നിട്ടുണ്ടെന്നുള്ളത്, ഈ നാട്ടിലെ നല്ല വിശ്വാസികളൊക്കെ ഇതിന് പോയിട്ടുണ്ടോ എന്നുള്ളത് ഒരു പിടുത്തമില്ല. പിന്നെ ഒരു ക്യൂരിയോസിറ്റിക്ക് എന്താ നടക്കണേ എന്ന് കാണാൻ വേണ്ടി പോയവരല്ലാതെ വേറെ ആരും ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. ഇനി പോണവരൊക്കെ പോയിക്കോളിട്ടോ, കാരണം ഇത്രയും സെറ്റപ്പിലൊക്കെ ഒരു പരിപാടി ഉണ്ടാക്കിയിട്ട് ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി. ഇപ്പോൾ എനിക്കൊരു ടൈമോ സ്പേസോ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പോയി നോക്കും എന്താ പരിപാടി എന്നുള്ളത്. കാരണം ഇതൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ, ഇവർ എന്ത് രീതിയിലാണ് നമ്മളുടെ ഇടയ്ക്ക് നുഴഞ്ഞു കയറുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലോ. അങ്ങനെയാണെങ്കിൽ അവരെ നുഴഞ്ഞു കയറുന്നത് അറിഞ്ഞാലേ തടയാൻ പറ്റും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് വാട്ട് എവർ ഇറ്റ് ഈസ്. ഇതൊക്കെയാണ് ഇവിടുത്തെ BJP അജണ്ട പ്രൊജക്റ്റുകൾ. ഇപ്പോൾ കേരളം ഫോക്കസ്ഡ് ആണെന്ന് വെച്ചാൽ യെസ്, ഡെഫിനറ്റ്ലി അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട് കേരളത്തിലേക്ക്. അപ്പോൾ ഇങ്ങനത്തെ കോൺട്രവേഴ്സികൾക്ക് അധികം ചെവി കൊടുക്കാതിരിക്കുക. ഇങ്ങനത്തെയൊക്കെ അവരെന്നെ ഉണ്ടാക്കുന്ന ഗിമിക്കുകൾ അവരെന്നെ ഉണ്ടാക്കി നാറി പൊട്ടിപ്പൊളിഞ്ഞു പോകണമായിരിക്കും നല്ലത്. കാരണം മലപ്പുറത്ത് ഇരുന്നു കൊണ്ടൊരു വർഗീയത ഉണ്ടാക്കി അതിൻ്റെ പേരിൽ ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് സംഘപരിവാറും ഹിന്ദുത്വവും BJP ഒന്നും വിചാരിക്കേണ്ട. നമ്മുടെ നാട്ടിൽ നടക്കൂല.